ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ റവ കേസരിയാട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു തവയിൽ തന്നെയാട്ടോ റെഡിയാക്കുന്നത്. കേസരി റെഡിയാക്കുന്നത് ആ തവയിൽ തന്നെ. അപ്പോൾ അതിലോട്ട് 6 kg അതുപോലെ കുറച്ച് ഡാൽഡയും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. അതൊന്നും മെൽറ്റായതിനു ശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ നല്ലതുപോലെ ഒന്ന് പൊരിച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ പാലൊഴിച്ച് കൊടുക്കാം. അപ്പൊ പാലിലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ പാല് ഒന്ന് തിളക്കുന്നതിന് മുന്നേ പഞ്ചസാര, നമുക്ക് നല്ല മധുരം വേണം. അപ്പൊ കേസരിക്ക് നല്ല മധുരം വേണ്ടി വന്ന് അതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ കളറോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ റെഡിയാക്കിയ ഈ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും 6 kg ഒക്കെ ഇല്ല, ഈ ഒരു നെയ്യടക്കം ഇട്ട് കൊടുക്കാം. അതിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് റവ, നേരത്തെ വറുത്തെടുത്ത റവ ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം, എന്നിട്ട് യോജിപ്പിക്കുക. അപ്പൊ കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം അത് യോജിപ്പിച്ച് എടുക്കുക. അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി, ഞാൻ കുറച്ചാക്കാനാട്ടോ നോക്കിയത്. അപ്പോ കുറച്ചുകൂടി, എന്നാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അത് കുറച്ച് തിക്കായി വരുന്ന വേണ്ട, കുറച്ചും കൂടെ പാലൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലതുപോലെ ഒന്ന് അത് വേവിച്ചെടുക്കാം. കുറച്ച് പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പൊ അത് പ്ലേറ്റിൽ ഇട്ടിട്ട് ഒന്ന് കട്ടയാക്കി എടുക്കുകയോ അല്ലെങ്കിൽ റവ കൊണ്ട് ലഡു പോലെ ഉരുളകളാക്കി എടുക്കുകയോ ചെയ്യാം. ഏതൊരു ഷേപ്പിലായാലും അതേ ഒരു ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പ്ലേറ്റിലാട്ടോ സെറ്റാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ റവ കേസരി റെഡി ആയിട്ടുണ്ട്. അതിന്റെ മേലെ ഡെക്കറേറ്റിനായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും വെച്ച് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റുള്ള ആ ഒരു 6 kg ഒരു മധുരവും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയാട്ടോ. അപ്പോ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. വൈകുന്നേരം ചായക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. അടിപൊളിയാട്ടോ. അപ്പോ വൈകുന്നേരത്തെ ചായക്കുള്ള നല്ല അടിപൊളി റവ കേസരി റെഡി ആയിട്ടുണ്ട്. വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ അധികം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഇത് ചൂടൊക്കെ ആറിയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ചൂടൊക്കെ പോയിട്ട് കുറച്ച് തണിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാട്ടോ അടിപൊളി. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് പറയാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യുന്ന നേരം തന്നെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ആർക്കേജിന്റെയോ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് കടിക്കുന്നേരം നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ.